ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ടിപ്പുകളാണ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഞാനിവിടെ കുറച്ച് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ഉള്ളികളൊക്കെ തൊലി കളയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അല്ലേ. അപ്പോൾ എത്ര കിലോ ഉള്ളിയാണെങ്കിലും തൊലി കളയാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല തണുത്ത ഐസ് വാട്ടർ അതിലെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് അത് നെവടിയെടുക്കുകയാണെങ്കിൽ തന്നെ സിമ്പിളായിട്ട് നമുക്കിത് ഉള്ളിയെല്ലാം തൊലി കളഞ്ഞ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ പെട്ടെന്ന് തന്നെയാണ് ഉള്ളിയെല്ലാം തൊലി കളഞ്ഞെടുത്തത്. എന്നിട്ട് ഒന്നും കൂടെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുമ്പോൾ അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന തൊലികളെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് വേറൊന്നും ചെയ്യില്ല, കണ്ണ് വരിയത്തില്ല, കയ്യും മുറിയത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ വീട്ടിൽ എത്ര അഴുക്ക് പിടിച്ച വെള്ള വസ്ത്രങ്ങൾ, വെള്ളമുണ്ട്, ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ല ചെളി പിടിച്ച് അത് കളയാനായിട്ട് വേറൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ ഡിഷ് വാഷ്, പാത്രം കിട്ടുന്ന സോപ്പ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സോപ്പിൽ ഏത് സോപ്പാണെങ്കിലും കുഴപ്പമില്ല, കുളിക്കുന്ന അത് വെച്ചൊന്ന് നല്ലപോലെ തേച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് കൂത്ത് വെച്ച ശേഷം അലക്കി എടുത്ത് നോക്കും. നല്ല അടിപൊളിയായിട്ട് പളവളാന്ന് മിന്നി കിട്ടും കേട്ടോ, വെളുത്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. അപ്പോൾ പഴയ മുണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത്, ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ ഗ്യാസ് അടുപ്പ് നമ്മൾ എന്നും ഉപയോഗിക്കുന്നവരല്ലേ. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഈ ബർണർ ഒന്നും നല്ല ക്ലീൻ അല്ലെങ്കിൽ ഗ്യാസ് ഭയങ്കരമായിട്ട് ചിലവായി പോകും. നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നു പോകാൻ സാധ്യത കൂടുതലാണ്. 4 മാസം കൊണ്ട് തീരേണ്ട ഗ്യാസൊക്കെ 1 മാസത്തിനുള്ളിൽ തന്നെ തീർന്നു പോകും. കാര്യം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ബർണർ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യമേ ബർണറെല്ലാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണേ ഇടാം, ഞാൻ ഇടുന്നില്ല. പകരം ഞാൻ വിനാഗിരിയാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് അങ്ങനെ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. ഇതിൽ ബർണറിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാകുന്ന പൊടികൾ, കരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ബർണറിൻ്റെ സൈഡിൽ കൂടെ ഗ്യാസ് കത്തുന്ന എല്ലാം പോകും. അതുപോലെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ചട്ടി നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ പാത്രങ്ങൾ കുക്കറോ വെച്ച് കഴിയുമ്പോൾ വെളിയിലേക്ക് പോകുന്ന രീതിയിൽ തീ കത്തിച്ച് വെക്കുകയാണ്. ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ വെളിയിലേക്ക് പോകും തീ. അങ്ങനെ കുറേ ഗ്യാസുകൾ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ അരിഞ്ഞ് പെറുക്കി വെക്കാതെ ഗ്യാസ് അടുപ്പ് കത്തിച്ചുകൊണ്ട് ഇരുന്ന് അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ഗ്യാസ് പോകും. ഇത് നേരത്തെ നമുക്ക് എന്താണ് കറികൾ വേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞ് പെറുക്കിയൊക്കെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പിൽ ഒറ്റയടിക്ക് തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ഗ്യാസ് ഒരുപാട് ചിലവാകത്തുമില്ല. ഫ്ലെയിം കുറച്ചിട്ട്, എന്താണെങ്കിലും ഫ്ലെയിം കുറച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി നല്ല ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നല്ലപോലെ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്യാസിനൊക്കെ വളരെ വില കൂടുതലാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഗ്യാസ് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ലാഭിക്കാൻ പറ്റും. ഒരു 4 മാസം വരെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബർണർ ഒന്ന് ഞാൻ ചെറിയ സ്ക്രബ്ബർ കൊണ്ടുവന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. ആ ഒരു സോപ്പ് നമുക്ക് സിങ്ക് വരെ കഴുകാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബർണർ ഇവിടെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തുടക്കണം. ഇതിൻ്റെ ഹോളിലൊക്കെ പൊടികളൊക്കെ കയറിയിരിക്കുമ്പോഴാണ് ഇത് നമുക്ക് ഗ്യാസ് സൈഡിൽ കൂടെയൊക്കെ ഗ്യാസ് തീ ആളിക്കത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല തുടച്ചിട്ടൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ട് അതുകൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് നല്ലപോലെ ആ ഗ്യാസിൻ്റെ ബർണർ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സൂത്രം കൂടി നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. നമുക്ക് ഇത് പെട്ടെന്ന് കഞ്ഞിയൊക്കെ തിളച്ച് പോവുകയും കാപ്പി പാലൊക്കെ തിളച്ച് പോകുമ്പോൾ നമ്മുടെ ബർണർ കേടായിപ്പോവും. നമുക്ക് എപ്പോഴും ബർണർ പോയി മേടിക്കാൻ പറ്റരുത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു ടിപ്പാണിത്. കുറച്ച് മഞ്ഞൾ പൊടിയിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ വേണ്ടിയിട്ട് നമ്മുടെ ബർണറിലെല്ലാം നല്ലപോലെ തൂത്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് കൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് തൂത്ത് വളയുക. എന്നിട്ട് മഞ്ഞളിൻ്റെ പൊടി കയറിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പല്ലി പാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ പരിസരത്ത് വരുത്തുമില്ല. ഇത് നമുക്ക് എണ്ണമയൊക്കെ ഉള്ളത് കാരണം ഇത് തുരുമ്പെടുത്ത് പോകത്തില്ല. ഇത് വെള്ളം വീണാൽ ഇതിൽ പറ്റി പിടിക്കത്തില്ല, അങ്ങ് തെറിച്ച് പൊക്കോളും. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കുറേ നാളത്തേക്ക് ഇത് ബർണർ പെട്ടെന്ന് മേടിക്കാതെ നമുക്ക് വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 3 ബർണറിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാം നല്ലപോലെ തേച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ട് മഞ്ഞ കളറിലെ പിന്നെ
തീ കത്തുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെത് ഫുള്ള് കരടും പൊടിയൊക്കെയാണ് ഓർത്തോണം. അങ്ങനെ തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടം വരും. നമ്മുടെ കലത്തിനടിയിലൊക്കെ കറുത്ത കരി പോലെ ഇത് പിടിച്ചിരിക്കുകയും ചെയ്യുന്ന കാണാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തേ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് തൂത്തെടുത്തിട്ടുണ്ട്. തൂത്തെടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ച് കാണിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഗ്യാസ് അടുപ്പ് കത്തുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഗ്യാസ് അടുപ്പ് ഇവിടെ കത്തുന്നുണ്ട് കണ്ടോ. ആ മഞ്ഞ തീയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.